കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 14 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ഹെരോദോസ് രാജാവ് യേശുവിനെ പറ്റി കേട്ടു. യേശുവിൻ്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. ചിലർ പറഞ്ഞു, സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അത്ഭുതകരമായ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ഏലിയായാണ്. വേറെ ചിലർ പറഞ്ഞു, പ്രവാചകന്മാരിൽ ഒരുവനെപ്പോലെ ഇവനും പ്രവാചകനാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെരോദോസ് പ്രസ്താവിച്ചു, ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹെരോദോസ് ആളയച്ച് യോഹന്നാനെ പിടിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെരോദോസിനോട് പറഞ്ഞു, സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെരോദിയായിക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെരോദോസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെരോദോസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെരോദിയായ്ക്ക് അനുകൂലമായ ഒരവസരം വന്നു ചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെരോദോസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശബ്ദം ചെയ്തു പറഞ്ഞു, നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപക യോഹന്നാൻ്റെ ശിരസ്. അവൾ ഉടനെ അകത്ത് വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശബ്ദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവൻ്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗൃഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ചുകൊണ്ട് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. അവളത് അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരം അറിഞ്ഞ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ ശിരച്ഛേദം നടക്കുന്ന സംഭവമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഭാരവും ഒരു വേദനയും തോന്നും. കാരണം യോഹന്നാൻ ഇവിടെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുവളുടെ പാപത്തെ ചൂണ്ടിക്കാണിച്ചു. തെറ്റാണെന്ന് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. അല്ലെങ്കിൽ മറ്റൊരു വാക്യം പറഞ്ഞാൽ യോഹന്നാൻ സത്യത്തിന് വേണ്ടി നിലനിന്നു. ആ സത്യത്തിന് വേണ്ടി നിലനിന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് യോഹന്നാൻ്റെ തല കൊയ്യപ്പെട്ടത്. ഇന്നും നമ്മുടെ ഘനദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമായ കാര്യം തന്നെയാണ്. ആരൊക്കെ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ദൈവസ്നേഹത്തെ പ്രതി, സുവിശേഷത്തെ പ്രതിയൊക്കെ ശക്തമായ നിലപാടുകൾ എടുക്കുന്നുണ്ടോ അവരൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ളൊരവസ്ഥയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുക. ഇവിടെ ഹെരോദിയായുടെ പകയും അവളുടെ വൈരാഗ്യവും അവളോട് ഒരു പാപത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ
അവിടെ ഉള്ളിലുണ്ടായിരുന്നൊരു പ്രതികാര ചിന്തയാണ് യോഹന്നാൻ്റെ തല വെട്ടിയെടുക്കാൻ കാരണമായത്. ഉള്ളിലൊരു പ്രതികാര ചിന്ത കയറിയിട്ട് അവൾ കുറച്ചധികം നാൾ ആ പ്രതികാര ചിന്തയായിട്ട് നടക്കുകയാണ്. നമുക്കാണെങ്കിലും ചിലപ്പോഴെങ്കിലൊക്കെ നമ്മൾ കൗൺസിലിംഗ് മുറികളിൽ പറയാനുള്ള കാര്യമാണ്, നമുക്ക് ക്ഷമിക്കാനോ അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ ഉള്ളിൽ വെറുപ്പോ പ്രതികാര ചിന്തകളോ ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ കൊണ്ടു നടന്നാൽ അത് അതിനേക്കാളും കഠിനമായ പാപത്തിലേക്കും ഒരുപക്ഷെ നമ്മുടെ തന്നെ ആത്മരക്ഷ അപകടത്തിലാക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്കും തള്ളിയിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവികമല്ലാത്ത, ദൈവാത്മാവ് നമ്മളിൽ നട്ടതല്ലാത്തതെല്ലാം നമ്മൾ പിഴുതെറിയേണ്ടതും അനുദിന ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുമാണ്. അങ്ങനെയുള്ളൊരു വികാരമാണ് പ്രതികാര ചിന്ത എന്ന് പറയുന്നത്. വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ മേൽ പരിക്കേൽപ്പിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ഒരു വൈകാരികതയിൽ സ്വന്തമാക്കുന്ന അനുഭവമാണ്. ഇതിനെ നമ്മൾ അനുദിന ജീവിതത്തിൽ ഈശോയോടുള്ള ബന്ധത്തിൽ, ദൈവസ്നേഹത്തിൽ സൗഖ്യമെടുത്ത് പോകുന്നില്ല എങ്കിൽ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ഇത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് സുവിശേഷം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരികയാണ്. ഈ പ്രതികാര ചിന്ത ഉള്ളിൽ വെച്ചുകൊണ്ട് എത്രയോ നാള് ഹെരോദിയ നടന്നിട്ടുണ്ട്. ഒരവസരത്തിന് വേണ്ടി അവൾ തക്കം പാർത്തിരുന്നു എന്നാണ് വചനം പറയുന്നത്. ഒരവസരം കിട്ടിയപ്പോൾ അത് മുതലാക്കി. ഉണ്ടോ? ഒരവസരം കിട്ടിക്കഴിയുമ്പോൾ മുതലാക്കാൻ തക്ക വിധത്തിൽ ചില പ്രതികാര ചിന്തയും ചില വെറുപ്പും ചില വ്യക്തികളോടുള്ള സ്നേഹത്തോടെ അല്ലാത്ത ചില തീരുമാനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കാറുണ്ട്. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? ഒരു സാഹചര്യം കിട്ടും, ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മളതങ്ങോട്ട് പ്രയോഗിക്കും. ഇവള് കുറച്ചധികം നാൾ കാത്തിരുന്നു. എന്നിട്ട് ഒരു സാഹചര്യം കിട്ടിയപ്പോൾ അവൾ വളരെ കൃത്യമായിട്ട് അവിടെ ഉള്ളിലുള്ള പ്രതികാരമാണ് തീർക്കുന്നത്. ആ പ്രതികാരത്തിന് കാരണം എന്താ? അവൾ പാപം ചെയ്തുവെന്ന്, തെറ്റിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ നിഷിദ്ധമാണെന്ന് ഹെരോദോസിനോട് പറഞ്ഞു. ശരിയാണ്, സ്വന്തം സഹോദരൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുക, അത് തെറ്റാണെന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ആ സത്യം പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇവൾക്ക് സ്നാപക യോഹന്നാനോട് ഉള്ളിൽ വെറുപ്പ് തോന്നിയത്. ഇനി ഹെരോദോസ് രാജാവിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാജാവിന് സ്നാപക യോഹന്നാനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമായിരുന്നു. കാരണം ഒരു പ്രവാചകനാണെന്നും ദൈവത്തിൽ നിന്നും അയക്കപ്പെട്ടവനാണെന്നൊക്കെ ഹെരോദോസിന് അറിയാമായിരുന്നു. എന്നിരുന്നിട്ട് പോലും ആ സത്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് മനുഷ്യരെ സന്തോഷിപ്പിക്കാനും മനുഷ്യനോടുള്ള വാഗ്ദാനം നിറവേറ്റാനും വേണ്ടിയിട്ടാണ് ഹെരോദോസ് ഹെരോദിയായുടെ മകളുടെ ആഗ്രഹപ്രകാരം സ്നാപക യോഹന്നാന്റെ വിശുദ്ധനായ ഒരുവന്റെ തല വെട്ടിയെടുക്കാൻ ആജ്ഞാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യമേത് എന്ന് പലപ്പോഴും അറിയാമെങ്കിലും ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ചില കാര്യങ്ങൾ ചെയ്യരുത്, ദൈവസ്നേഹത്തിന് ചേരാത്തതാണ്, അല്ലെങ്കിൽ ദൈവഹിതമല്ല എന്നൊക്കെ പറയുമ്പോഴും മനുഷ്യരെ സന്തോഷിപ്പിക്കാനും മനുഷ്യരുടെ പ്രീതി നേടാനും വേണ്ടി ചിലപ്പോൾ ദൈവീകമല്ലാത്ത അതിക്രൂരമായ നിലപാടുകൾ പോലും എടുക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം വഴുതി മാറാറുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മളും ഈ സ്വഭാവത്തിൻ്റെ ഈ സാധ്യതയുടെ വിക്റ്റിമായിട്ട്, ബലിയാടുകളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഈ രാജാവിന് പറഞ്ഞാൽ മതി, എനിക്കത് പറ്റുന്ന കാര്യമല്ല, ഇത് വെറുതെ മനുഷ്യരെ, അതിഥികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ദൈവദാസന്റെ തല അറക്കാൻ രാജാവ് കൽപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരു കൊലപാതകത്തിന് പോലും രാജാവ് തയ്യാറായി. എന്തുകൊണ്ടാ? തൻ്റെ പേര് മോശം വരരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് തടസ്സം വരരുത്. മനുഷ്യൻ്റെ പ്രീതി ദൈവപ്രീതിയേക്കാൾ ഉന്നതമായി കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് രാജാവ് കടന്നുപോയത്. ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ നമ്മൾ തയ്യാറാണോ? യോഹന്നാനെ പോലെ. അങ്ങനെ സത്യത്തിന് വേണ്ടി, സത്യം എന്ന് പറയുന്നത് യോഹന്നാൻ 14:6 നാം വായിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ, ദൈവരാജ്യത്തെ പ്രതി നിലപാടുകൾ എടുക്കാൻ നമ്മൾ തയ്യാറാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ, ആ നിലപാടുകൾക്ക് വേണ്ടി ഏതറ്റം വരെ, യോഹന്നാൻ മരണം വരെയാണ് സഹിച്ചത്. മരണം വരെ സഹിക്കാൻ ഇന്നത്തെ നമ്മൾ ആഘോഷിക്കുന്ന വിശുദ്ധര്, പോൾ മിക്കിയും അനുചരന്മാരും, ജപ്പാനിലെ ആദ്യത്തെ ഒരു വൈദിക വിശുദ്ധനാണ്, അല്ലെങ്കിൽ രക്തസാക്ഷിയാണ്. ഇവരൊക്കെ കർത്താവിന് വേണ്ടി രക്തം ചിന്തി കുരിശിൽ മരിച്ച്, യേശുവിനെ പോലെ കുരിശിൽ മരിക്കുമ്പോഴും
കുരിശിൽ കിടന്നുകൊണ്ട് ഈ പോൾ മിക്കി തൻ്റെ മുമ്പിലുള്ള തന്നെ പീഡിപ്പിച്ചവരെ, തന്നെ കുരിശിൽ തെരച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്തു. അപ്പം നിലപാടുകൾ ദൈവരാജ്യത്തോട് ബന്ധപ്പെടുത്തിയുള്ള നിലപാടുകളാണോ നമ്മൾ നടത്തുന്നത്? അതിൽ അനുവദിക്കപ്പെടുന്ന സഹനങ്ങളോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ, ഇന്നത്തെ വായനകളിലൂടെ എല്ലാം കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നിരന്തരം സത്യത്തെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന് ആ സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനും, സത്യമുറക്കെ പറയാനും, ഉറക്കെ പ്രഘോഷിക്കാനും, ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സ്നാപക യോഹന്നാൻ്റെ പ്രത്യേക മാധ്യസ്ഥം അതിന് നമ്മെ സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നിത്യം സ്തുതിയായിരിക്കട്ടെ. ആമേൻ.